ഹലോ ഗൈസ്, ഉപ്പും മുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പാറുക്കുട്ടി ഒരു പ്രൈസ് ഒക്കെ പിടിച്ചിട്ടുണ്ട്, ഒരു ട്രോഫി ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പാറമട വീട്ടിലേക്ക് ഓടി ഹാപ്പി ആയിട്ട് വരികയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പാറമട വീട്ടിൽ എല്ലാവരും ഞെട്ടുന്നുണ്ട്. പാറുക്കുട്ടി, നിനക്ക് എന്തിനീ പ്രൈസ് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പാറുക്കുട്ടി പറയുന്നുണ്ട്, ഞാനേ നാടകത്തിൽ അഭിനയിച്ചു, അതിനുള്ള ബെസ്റ്റ് ആക്ടർ അവാർഡാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭവാനിയമ്മയ്ക്കും കേശുവിനും എല്ലാവർക്കും, നമ്മുടെ ലച്ചുവും ശിവാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകെ. അപ്പൊ നമ്മുടെ കേശു ഭയങ്കരമായിട്ട് ഇനി ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. പാറു, ഇത് നിന്റെ ആദ്യത്തെ സമ്മാന, ഇനിയും നിന്റെ ജീവിതം അങ്ങോട്ട് കിടക്കുവാ, ഇനിയും ഇതേപോലുള്ള ഒരുപാട് സമ്മാനങ്ങൾ നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ്, ഇനി നിനക്കതിനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശു നമ്മുടെ പാറുവിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയും എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുവാട്ടോ. അപ്പൊ പാറുക്കുട്ടിയാണെങ്കിൽ ആ ട്രോഫി കയ്യിൽ നിന്ന് നിലത്ത് വെക്കുന്നില്ല. അപ്പൊ നമ്മുടെ പാറുക്കുട്ടി ബാത്റൂമിലോ വാഷ്റൂമിലോ എവിടെയൊക്കെയോ പോയ ഒരു തക്കത്തിന് നമ്മുടെ ശിവാനി അതെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്, കൈ പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ പാറുക്കുട്ടി വേഗം വന്നിട്ട്, ഇതെന്റെയാണ്, ഇതെനിക്ക് കിട്ടിയതാണ്, ഇതിൽ ആരും തൊട്ടു പോകരുത്, ദൈവമേ ഇത് ഞാൻ ആരും കാണാതെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും എന്നൊക്കെ നമ്മുടെ പാറുക്കുട്ടി പറയുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ലച്ചുവിന്റെ അതിസാഹസികമായിട്ടുള്ള പ്രവൃത്തിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ പാറുക്കുട്ടി ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് രാത്രി ഉറങ്ങുന്നേ. അപ്പൊ നമ്മുടെ ലച്ചുവിന് ഭയങ്കര ആഗ്രഹം ഇത് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ ലച്ചു രാത്രി പാറക്കുട്ടി ഉറങ്ങുമ്പോ കട്ടിലിന്റെ പൊക്കത്ത് കയറിയിട്ട് പതുക്കെ പതുക്കെ പമ്മി പമ്മി പോയി കള്ളന്മാരെടുക്കണത് പോലെ ട്രോഫി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. ഒന്നല്ലെങ്കിൽ പാറക്കുട്ടി എണീറ്റ് നമ്മുടെ ലച്ചുവിനിട്ട് നല്ല തട്ട് കിട്ടും, അല്ലെങ്കിൽ ലച്ചു അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കും. പാറക്കുട്ടിയാണ് അതല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.